ഒന്ന് നമ്മൾ ഈ ചെകുത്താനും കടലിനും ഇടയ്ക്ക് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടല്ലോ, അതിനെ ഒന്ന് മാറ്റി നമ്മൾ ഈനാം ബീച്ചിക്കും മലപ്പട്ടിക്കും ഇടയ്ക്കാണ് എന്ന് നമുക്ക് മാറ്റി പറയേണ്ടി വരും. ഒരു ഭാഗത്ത് CPM-നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ എക്സിസ്റ്റൻസ് തന്നെ അവരുടെ പ്രശ്നത്തിലായിരിക്കുകയാണ്. കാരണം AK ബാലൻ അവരുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അദ്ദേഹം തന്നെ പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഏതാണ്ട് അവർക്ക് അവരുടെ ചിഹ്നം നഷ്ടമാകുന്ന അവസ്ഥയാണ്. പിന്നെ അവർ ഏതെങ്കിലും ഈനാം ബീച്ച് ചിഹ്നത്തിലൊക്കെ മത്സരിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടുമ്പോൾ എന്ത് പറഞ്ഞ് നേരിടുമെന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയമായ വിഷയം തന്നെയാണ്. എന്ത് പറഞ്ഞിട്ടാണ് അവർ നേരിടുക? വികസനം പറഞ്ഞ് നേരിടാൻ പറ്റുമോ? ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹിക ക്ഷേമ പരിപാടികൾ പറഞ്ഞിട്ട് അവർക്ക് നേരിടാൻ കഴിയുമോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടം അവരുടേതായിട്ട് നിലവിലുണ്ടോ? ഇപ്പോൾ ഈസ്റ്റർ റംസാൻ സമയമാണ്. സപ്ലൈകോകളിലെങ്ങും തന്നെ ഒരു സ്ഥാപനം ഇല്ല എന്നുള്ള കാര്യം ദിവസങ്ങളായിട്ട് നമ്മുടെ പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വശമാണ്. അപ്പോൾ ഒരു വശത്ത് ജനങ്ങൾക്ക് കാണാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. മറുവശത്ത് ഈ പറയുന്നത് പോലെ തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണ് നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മാസപ്പടി വിഷയമായിക്കൊണ്ട് പോട്ടെ, കിഫ്ബി ആയിക്കൊണ്ട് പോട്ടെ, മസാല ബോണ്ട് ആയിക്കൊണ്ട് പോട്ടെ, അങ്ങനെ അവർക്ക് മറയ്ക്കുവാൻ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെന്ത് പറഞ്ഞിട്ടാണ് ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുക? ഇനി ക്രമസമാധാന പ്രശ്നത്തിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നൊരു വിദ്യാർത്ഥിയുടെ മരണം എത്രയോ ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഒരു പയ്യനെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് തല്ലിക്കൊല്ലുന്നൊരു സാഹചര്യം കേരളത്തിൽ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കുകയാണ്. അതിനകത്തും പ്രതികളായിട്ട് നിൽക്കുന്ന SFIക്കാർ തന്നെയാണ്. DYFIക്കാരാണെങ്കിൽ മറ്റൊരു വശത്ത് ജീവൻ രക്ഷാപ്രവർത്തനം, പീഡനം, അവരുടെ വക കലാപരിപാടികൾ വേറൊരു വശത്ത്. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ CPO റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികൾ 10-14 കുട്ടികൾ അവിടെ നിരാഹാരം ഇരിക്കുന്നു, അവരവിടെ സമരം ചെയ്യുന്നു. നിയമന നിരോധനമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ സമസ്ത മേഖലകളിലും ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആബാലവൃദ്ധം ജനങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന തലത്തിലാണ് കേരളത്തിൻ്റെ ഭരണം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് അഡീഷണലായിട്ടാണ് ഈ പറയുന്ന CPM-ൻ്റെ അകത്ത് ഉൾപാർട്ടി പ്രതിസന്ധി പോലുള്ള വിഷയങ്ങൾ ഈ പറയുന്ന മാസപ്പടി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നില്ല CPM-ൻ്റെ എല്ലാ നേതാക്കളും അതിനെ അങ്ങ് അപ്രൂവ് ചെയ്ത് കൊടുത്തിരിക്കുകയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ അകത്ത് ആവശ്യത്തിലധികം പ്രശ്നമുണ്ട്. പക്ഷേ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അമിതാധികാര പ്രയോഗം ആ പാർട്ടിയിലെ മറ്റ് അപശബ്ദങ്ങളെ അല്ലെങ്കിൽ അപസ്വരങ്ങളെ എല്ലാത്തിനെയും അടക്കി പിടിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അധികം പൊട്ടലും ചീറ്റലുകളും പുറത്തു വരാത്തത്. എന്നിട്ട് പോലും പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത് പുറത്തു വരുന്നൊരു സാഹചര്യവുമുണ്ട്. ശൈലജ ടീച്ചറിനെ പോലുള്ള ആൾക്കാരോടൊക്കെ എന്ത് തരത്തിലുള്ള സമീപനമാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്നതെന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്താണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്നുള്ള കാര്യം. അപ്പോൾ അത് മറയ്ക്കുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അനാവശ്യമായ വിഷയങ്ങളെ വലിച്ചിട്ടിട്ട് ഒരു വിഭാഗത്തിനെതിരാണ് എന്നുള്ള ഒരു ധാരണ ജനിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ വിഷയത്തിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്.